എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. നമ്മുടെ സംസ്ഥാനത്തും ഇതിൻ്റെ ഭാഗമായിട്ട് 5 ലക്ഷം രൂപയുടെ ചികിത്സ സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. ആയുഷ്മാൻ ഭാരതിൻ്റെ വയോബന്ധൻ കാർഡ്, അതോടൊപ്പം തന്നെ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസിൻ്റെ കാർഡ്, ഇവയെല്ലാം വീടുകളിലുള്ളവർ തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് കാർഡ് എടുത്തിട്ടും ആനുകൂല്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, അതായത് സൗജന്യ ചികിത്സ കിട്ടുവാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്കെല്ലാം തന്നെ ഈ അറിയിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ സംസ്ഥാനത്ത് നിരവധി ഗുണഭോക്താക്കളാണ് കാർഡ് എടുത്തിട്ടുള്ളതും ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നതും. എന്നാൽ സംസ്ഥാനത്ത് നിലവിൽ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും തന്നെ സാമ്പത്തിക മാനദണ്ഡങ്ങൾ പാലിക്കാതെ തന്നെ ആയുഷ്മാൻ ഭാരതിൻ്റെ വയോബന്ധൻ കാർഡിൻ്റെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി കാർഡിന് അപേക്ഷ വയ്ക്കുകയും ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം കാർഡുകൾ എടുത്തിട്ടുള്ള 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ചികിത്സ നാളിതുവരെയായിട്ട് കേരളത്തിൽ ആരംഭിച്ചിട്ടില്ല. ഇതിൽ എത്രയും വേഗം പരിഹാരം കാണണമെന്നും സംസ്ഥാനത്ത് കൂടി ഇതിൻ്റെ ചികിത്സകൾ ലഭ്യമാകണമെന്നുള്ള പ്രധാന നിർദ്ദേശവും അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലും പ്രതിഷേധം ഉൾപ്പെടെ ഉയർന്നു കഴിഞ്ഞു. കാരണം കാർഡ് എടുത്തിട്ട് നാളുകളായി, പക്ഷേ ഇതുവരെ ഒരു ചികിത്സയും അത് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾക്ക് സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. 5 ലക്ഷം രൂപയുടെ ചികിത്സയാണ് ഇവിടെ ലഭിക്കുന്നത്. എന്നാൽ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് കാർഡ് നോർമലായിട്ടുള്ള, അതായത് കുടുംബങ്ങളിലെ എല്ലാവർക്കും ഒക്കെ എടുത്തിട്ടുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ചികിത്സ ലഭിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജുകളിലും എല്ലാം തന്നെ ഇത്തരത്തിൽ സൗജന്യ ചികിത്സ ലഭ്യമാകുന്നുണ്ട്. എന്നാൽ മുൻപുണ്ടായിരുന്ന സ്വകാര്യ ആശുപത്രികളിൽ പല ആശുപത്രികളിലും ഇപ്പോൾ വിമുഖത കാണിക്കുന്നുണ്ട്. ചില ആനുകൂല്യങ്ങൾ, അതായത് ഒരുപാട് ക്ലെയിമുകൾ തീർപ്പാക്കാൻ ഉള്ളതുകൊണ്ട് തന്നെ, അതായത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കുടിശ്ശിക നൽകുവാൻ ഉള്ളതുകൊണ്ട് തന്നെ ചില സ്വകാര്യ ആശുപത്രികൾ ഇപ്പോൾ ചികിത്സ സ്വീകരിക്കുന്നില്ല. അതുമാത്രമല്ല, രാജ്യത്തെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും വേണ്ടി ഈ ഒരു പദ്ധതി വിപുലീകരിക്കണമെന്ന്, അതായത് 70 വയസ്സ് എന്നുള്ളത് 60 വയസ്സിലേക്ക് മാറ്റണമെന്ന് പാർലമെൻ്ററി കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ അംഗീകരിച്ചിട്ടില്ല. എങ്കിലും കേന്ദ്ര സർക്കാർ അത് പരിഗണിക്കുകയാണ്. എങ്കിൽ എല്ലാവർക്കും, അതായത് നിലവിൽ വാർദ്ധക്യകാല പെൻഷനൊക്കെ 60 വയസ്സ് കഴിയുമ്പോൾ കിട്ടുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ ഈ ഒരു 5 ലക്ഷത്തിൻ്റെ കവറേജിൽ ഉൾപ്പെടുകയും അവർക്ക് സൗജന്യ ചികിത്സ ആശുപത്രികളിൽ ലഭ്യമാവുകയും ചെയ്യുന്നതാണ്. ഈ സന്ദർഭങ്ങളിലെല്ലാം തന്നെ അവർക്കൊരു തുക പോലും കയ്യിൽ നിന്ന് മുടക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നതല്ല. നമ്മുടെ സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ രാജ്യത്താകമാനമുള്ള ആശുപത്രികളുടെ ലിസ്റ്റ് നമ്മുടെ ഈ ഒരു ആയുഷ്മാൻ ഭാരതിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. എങ്കിലും ലിസ്റ്റിലുള്ള പല സ്വകാര്യ ആശുപത്രികളിലും ഇപ്പോൾ സേവനം നൽകുന്നില്ല. കാരണം കുടിശ്ശിക ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പരമാവധി നമുക്ക് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്നത്. ഇനി അതോടൊപ്പം തന്നെ 1.5 ലക്ഷം രൂപയുടെ പുതിയ അപകട ഇൻഷുറൻസ് എല്ലാവർക്കും വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. മെയ് മാസം 5-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റോഡ് അപകടങ്ങളിൽ പെട്ട അല്ലെങ്കിൽ പരിക്കേൽക്കുന്നവരെ ചികിത്സയ്ക്ക് വേണ്ടി വിധേയമാകുമ്പോൾ പരമാവധി 1.5 ലക്ഷം രൂപ വരെയോ അല്ലെങ്കിൽ 7 ദിവസം വരെയുള്ള സൗജന്യ ചികിത്സയും നമുക്ക് ലഭ്യമാണ്. അതായത് ആയുഷ്മാൻ ഭാരതിൻ്റെ ഇൻഷുറൻസ് വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന എല്ലാ ആശുപത്രികളിലും ചികിത്സ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് അടിയന്തരമായിട്ട് ഏതെങ്കിലും ആശുപത്രികളിൽ എത്തിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് സൗജന്യമായിട്ട് ചികിത്സ ക്ലെയിം ചെയ്ത് കിട്ടുന്നതാണ്. ആശുപത്രികളിലേക്ക് രോഗികളെ ഷിഫ്റ്റ് ചെയ്യുന്നത് വരെയുള്ള ചികിത്സാ ചെലവ് നമുക്ക് ആ ആശുപത്രികൾ മുഖേന നമുക്ക് ക്ലെയിം ചെയ്ത് എടുക്കാവുന്നതാണ്. ഇവിടെ ഒരു ഡയറക്റ്റ് ക്ലെയിം പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ ആശുപത്രികൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്കിവിടെ ഫണ്ട് ലഭ്യമാകുന്നതാണ്. കേന്ദ്ര സർക്കാർ മുഖേന അപകട ഫണ്ടിൽ നിന്ന് കൃത്യമായിട്ട് ഈ തുക ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി റോഡ് അപകടങ്ങളിൽ നമുക്ക് ഇത്തരത്തിൽ അപകട ഇൻഷുറൻസ് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്. അത് മുഖേന നമുക്ക് അപകടങ്ങളിൽ പെടുന്നവരെ നമുക്ക് എത്രയും വേഗം തന്നെ ജീവൻ രക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്.
നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.